ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ സാരി ബ്ലൗസിൻ്റെ ബെൽറ്റ് തയ്യൽ തുമ്പ് വെളിയിൽ കാണാത്ത രീതിയിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നുള്ളതാണ്. നമ്മൾ കറക്റ്റ് അളവിൽ നമ്മൾ ലൈനിങ് ക്ലോത്തിലാണ് ബെൽറ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ പീസസ് ആണ് എടുക്കുന്നത്. അതാണ് നമ്മളുടെ ഈ പീസസ്. ഇത് നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ 2 പീസസ് എടുക്കുക. പ്രത്യേക ഷേപ്പ് ഒന്നും വേണ്ട. ഇതുപോലെ വെച്ച് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ബെൽറ്റിൻ്റെ പോർഷൻ വെച്ച് കൊടുക്കുക. ഇതെല്ലാം കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സൈഡിലേക്കുള്ളതും ഒരു പീസ് എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുന്ന രീതിയിൽ അടുത്ത പീസും വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഇതിനോട് ചേർന്ന് വരുന്ന സൈഡുകൾ തമ്മിൽ, അതായത് ഒന്നിനോട് ചേർന്നിരിക്കുന്ന രീതിയിലായിരിക്കണം അടുത്ത സൈഡും വരേണ്ടത്. ഈ ഒരു ഭാഗങ്ങൾ തമ്മിൽ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് 2 സൈഡിലും കിട്ടത്തുള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഒന്നിനെ നമ്മൾ ഇതുപോലെ തന്നെ എടുത്ത് മാറ്റി വെക്കുകയാണ്. നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറ്റത്തില്ല. എന്നിട്ട് പിന്നീട് എടുത്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ആ ലെവലായിട്ടുള്ള നമ്മളുടെ സാരി ബ്ലൗസിൻ്റെ ബോട്ടം ഭാഗം വരേണ്ടിടം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ വെച്ച് കൊടുത്തിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മളിങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്കിതുപോലെ കിട്ടുവേ. ഇനി ഇതുപോലെ നമുക്കിപ്പം ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം കൂടുതലുണ്ട്. അതൊന്നും നമ്മളിപ്പം കളയുന്നില്ല, അവിടെ തന്നെ കിടക്കട്ടെ. ഈ രീതിയിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അടുത്ത പീസ് നമ്മൾ എങ്ങനെയാണോ വെച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ എടുത്ത് അതിൻ്റെ ബോട്ടം ഭാഗം വരേണ്ടിടം ഇതുപോലെ നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി ഈ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് നിൽക്കുന്നത് മാത്രം നമ്മളിതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഈ ഒരു സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. പാർട്ടായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഏതൊരാൾക്കും സ്വന്തം അളവിൽ കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ അളവുകളും പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളിതുപോലെ ഇങ്ങനെ നിവർത്തുന്നു. എന്നിട്ട് നമ്മൾ ആ ഒറ്റ പീസായിട്ടുള്ളതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളിപ്പം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ ഇങ്ങനെയൊന്ന് വെച്ച് കൊടുത്ത് നന്നായിട്ട് അയൺ ചെയ്ത് ബാലൻസ് ഉള്ളതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ബെൽറ്റിൻ്റെ പോർഷൻ കിട്ടുക. ഇനി നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇനി നമ്മൾ ഒന്നുകൂടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് നമുക്കൊരല്പം ഇവിടെ ബാലൻസ് കിട്ടുക. അതുകൊണ്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പം നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് 2 പോർഷനുമേ. അപ്പം ഒരുപോലെയാണോ എന്നൊക്കെ നമ്മൾ എപ്പോഴും നോക്കണേ. ചെക്ക് ചെയ്ത് നോക്കിയേ പോകാവുള്ളൂ. ഇനി നമുക്ക് നോർമൽ രീതിയിൽ ഇങ്ങനെ വേണമെങ്കിലും വെച്ച് നമ്മുടെ മെയിൻ പോർഷനും ബെൽറ്റൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവേ. നമ്മളിപ്പോൾ ഈ ഒരു രീതിയിലല്ല കൊടുക്കുന്നത്. നമ്മളുടെ തയ്യൽ തുമ്പെല്ലാം ഇൻവിസിബിളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മളുടെ ബെൽറ്റിനെ ഇതുപോലെ നിവർത്തുന്നു. എന്നിട്ട് ആ നമ്മളുടെ മെയിൻ പോർഷൻ എടുത്ത് ആ ലൈനിങ്ങോടെ കൂടിയുള്ളതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് നമ്മളിതിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഈ ടക്കിൻ്റെ ഭാഗം വരുമ്പോൾ ഇവിടെ ഒന്ന് നമ്മളിങ്ങനെ മടക്കി കൊടുത്ത് ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ കൊണ്ടുവന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. നല്ല നീറ്റായിട്ട് ഇപ്പം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ 2 ടൈംസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തോണേ. ഇനി നമ്മളിതിനെ ഇങ്ങനെ മടക്കി ആ ബെൽറ്റിൻ്റെ പോർഷനിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ബാലൻസ് ഉള്ളത് നമ്മളിങ്ങനെ എടുത്ത് അതിനെ കവർ ചെയ്യുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് വഴി നമ്മളിങ്ങനെ ഉള്ളിലുള്ളതിനെ പുറത്തേക്കാക്കി കൊടുക്കണേ. അപ്പം നമ്മളുടെ ഈ ഒരു ബെൽറ്റ് പോർഷൻ ഇതുപോലെ ഉള്ളിലാകും. ഇനി നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സൈഡിൽ കൊടുത്ത പോലെ തന്നെ ആയിരിക്കണം അടുത്ത സൈഡിലും കൊടുക്കേണ്ടത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.